എന്നാ രാവിലെ തന്നെ പേപ്പർ വെച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഇത് കാണുന്നില്ല പൊന്നു നോക്കാട്ടെ. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ ഓരോന്നോരോന്ന് അധികം കേൾക്കുക ചെയ്യുന്നു. പിന്നെ സങ്കടപ്പെടാണ്ട് പിന്നെന്താ ചെയ്യേണ്ടത്? കുറേ ദിവസം അച്ഛനെ കൊണ്ടായിരുന്നു പാട്ട്, അത് കിട്ടിയതുമില്ല. അതിനേക്കാളും വലുത് ഇപ്പം നാട്ടിൽ നടക്കുകയും ചെയ്തു. പേപ്പർ കാണാനും പേടിയാവുന്ന നോക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല. ഇതെല്ലാം പ്രകൃതി ശോഭല്ലേ, ഇതെല്ലാം കണ്ടുപിടിക്കാനാണ്ട് അതിങ്ങനെ തടഞ്ഞു നിർത്തിക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഇതൊരു വല്ലാത്ത ദുരന്തമായിപ്പോയി. കുറെ കേട്ടതാണ്. നേരത്തെ ഉള്ളതല്ലോ ഇത്രയും വലിയ കിട്ടുന്നവരെന്നെ നേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ പറയുന്നത്? ഇതന്നെ പറയുന്നുണ്ടായി അവയവങ്ങളാണ് കിട്ടുന്നത്. ഒരിക്കലും എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ദുരന്തം നടക്കാണ്ട് പോകും. ശരിയെന്നെ. ഇനിയിപ്പോ പിന്നെ ആകെയുള്ളൊരു ആശ്വാസം നമ്മളെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അവിടെയുണ്ട്, എല്ലാ ആൾക്കാരും അവിടെയുണ്ട്. ജീവനുള്ളവരെ അവരെങ്ങനെ രക്ഷിച്ചു കൊണ്ടുവരും അറിയാം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ആശ്വാസം. അത് മാത്രമല്ല, അവരെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയിൽ എന്തായാലും ചേരണം. അതാണ് ഇനിയിപ്പൊ എൻ്റെ ഒരു ആഗ്രഹം. അല്ല, സാധാരണ നമ്മളെ മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യം വന്ന് സഹായിക്കുന്നവരാണ്. അപ്പം പിന്നെ ഇത്ര വരെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. നേരത്തെ പിന്നെ ആ ഇതിൻ്റെ ഇതുപോലെ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കും പങ്കാളികളാകണം. ഇതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അതുപോലെ തന്നെ ബാക്കി എല്ലാവരും പിന്നെ അങ്ങനെ ചെയ്താൽ ഇനിയും അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എല്ലാവർക്കും ഒരു സഹായമാവും, ആശ്വാസമാവും. ഇപ്പം തന്നെ അവിടെ ഇപ്പം ജീവൻ മരണ പോരാട്ടമായിരിക്കും നടക്കുന്നുണ്ടാവുക, ഒരാളെ രക്ഷിക്കാനല്ലോ. ഇനി അതിനെ അങ്ങനെ തന്നെ ചെയ്യാം. അത്രയേ ഉള്ളൂ പറയാൻ.